നമസ്കാരം. കലിയിളകിയ ഇറാൻ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്. കണ്ണിൽ കണ്ടവരെ ഒക്കെ അടിച്ചു കീഴ്പ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനം ഒമാനിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രോൺ ആക്രമണമാണ്. വലിയ അഗ്നിബാധയുണ്ടായി ആക്രമണത്തെ തുടർന്ന് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ബ്രിട്ടൻ ആദ്യം അമേരിക്കക്കെതിരായിരുന്നു. അമേരിക്കക്ക് തങ്ങളുടെ താവളങ്ങൾ വിട്ടു നൽകില്ല, ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കില്ല എന്നൊരു നിലപാടാണ് ബ്രിട്ടൻ ആദ്യം സ്വീകരിച്ചത്. പിന്നീട് ബ്രിട്ടൻ ചുവട് മാറി. ഇപ്പോൾ ഇവിടെ ബ്രിട്ടനെതിരെയും ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൈപ്രസിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. ഇത് ബ്രിട്ടന്റെ വ്യോമതാവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറ്റാക്കാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഗൾഫ് രാജ്യങ്ങളെ നിരത്തിയടിച്ചു. ബഹ്റൈനെയും കുവൈത്തിനെയും ഖത്തറിനെയും ഇറാഖിനെയും സൗദിയെയും UAE ഏറ്റവും അവസാനം ഒമാനിലേക്കും അടിച്ചു, സിറിയയിലേക്ക് അടിച്ചു. സിറിയയുടെ വ്യോമപാത ഉപയോഗിച്ചാണ് ഇവിടെ ഇറാനിലേക്ക് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി വ്യോമാക്രമണം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ സിറിയയിലേക്കും ഇറാന്റെ മിസൈലുകൾ എത്തി. ഇറാന്റെ മിസൈലുകൾ എത്താൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഓരോ മണിക്കൂർ കഴിയും തോറും ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ്. ശക്തമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇസ്രായേലിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം പുറത്തു വന്ന ചില വാർത്തകളിൽ നിന്നും അറിയാൻ കഴിയുന്നത് 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ഇതിൽ 465ഓളം ആളുകളെ ഇതിനോടകം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. മരണസംഖ്യയും ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരേ ഒരു മരണവും ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ളതുമായിരുന്നു ഇതുവരെ പുറത്തു വന്ന വാർത്ത. ഇപ്പോൾ മരണപ്പെട്ടവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകളുടെ എണ്ണവും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ചുള്ള കണക്കുകളൊക്കെ കൃത്യമായി പുറത്തു വിടുന്നുണ്ട്. ഇവിടെ ഹാരറ്റ്സ് പത്രമാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം ഇസ്രായേൽ മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളും ഹാരറ്റ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവിടുത്തെ പൗരന്മാർക്ക് കർശന നിർദ്ദേശമുണ്ട്. ഒരു കാരണവശാലും ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തരുത്, അത് പങ്കുവെക്കരുത് എന്നുള്ളത്. അങ്ങനെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തുകയോ പങ്കുവെക്കുകയോ ചെയ്താൽ അത് ഇറാന് സഹായകരമാകും എന്നുള്ളതാണ് IDF-ന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇവിടെ ഹാരറ്റ്സ് പത്രം തകർന്ന കെട്ടിടങ്ങളും അതിന്റെ ചിത്രങ്ങളും ഒക്കെ പങ്കുവച്ചിരിക്കുകയാണ്. 40-ലധികം കെട്ടിടങ്ങൾ 24 മണിക്കൂറിനകം നിലംപതിച്ചു എന്നുള്ളതാണ്. ചില 5 സ്റ്റാർ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, നാമാവശേഷമായിരിക്കുന്നു. അവിടെ ഒന്നുമില്ല, എല്ലാം ചാരമായിരിക്കുന്നു. അത്ര ശക്തമായ അറ്റാക്ക് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. ഹൈഫയിലും അതുപോലെ തന്നെ ജെറുസലേമിലും ടെല്ലവീവിലും ഒക്കെയാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് മിസൈലുകൾ നേരിട്ട് ചെന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ അയൺഡോമും അതുപോലെ തന്നെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ നിർവീര്യമായി, അതൊക്കെ നോക്കുകുത്തികളായി ഇറാൻ ശക്തമായ തിരിച്ചടി ഇസ്രായേലിനകത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുണ്ട് ഒരു ഭാഗത്ത്. ഇനിയും തിരിച്ചടിച്ചാൽ ഇതുവരെ കാണാത്ത ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് ട്രംപിന്റെ ഭീഷണി. എന്തായാലും ആ ഭീഷണിയൊന്നും മുഖവിലക്കെടുത്ത ലക്ഷണമില്ല എന്നുള്ളതാണ്. അതിശക്തമായ ആക്രമണ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനാഇയുടെ രക്തത്തിന് പകരം ചോദിച്ചിരിക്കും. മരിച്ച കുട്ടികളുടെ എണ്ണം 140-അപ്പുറം കടന്നു. എന്തായാലും ഈ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ നടത്തുന്ന ഈ നീക്കം അത് അതിശക്തമായി കൊണ്ടിരിക്കുന്നു. ഓരോ മണിക്കൂർ കഴിയും തോറും കൂടുതൽ ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങി. UAE-യുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ അയൽക്കാരെ ആക്രമിക്കുന്നത് നിർത്തൂ, അധികം ആക്രമിച്ചാൽ തിരിച്ചടിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതൊന്നും മുഖവിലക്കെടുക്കുന്ന ഒരു ലക്ഷണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇറാൻ മുന്നോട്ട് തന്നെയാണ്. ഇസ്രായേലിനെ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യം തന്നെ ഇനി ഉണ്ടാകില്ല, അത് ഇല്ലാതാക്കുന്നത് വരെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഭീഷണികളും ഒക്കെ ഒരു ഭാഗത്ത് തുടരുന്നു. അതുപോലെ തന്നെ ശത്രുക്കൾ ചുറ്റും നിന്ന് ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ചുറ്റും നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ശത്രുക്കളെയും ഇറാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.